വസിഷ്ഠ നാരായൺ സിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാമാനുജന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാത്തമാറ്റിക്കൽ ജീനിയസ് എന്ന് പറയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? IIT-യിലും നാസയിലുമൊക്കെ പ്രവർത്തിച്ച പഠിപ്പിച്ച അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഹലോ, വെൽക്കം ടു ജംഗിൾ വൈൻസ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ അല്ലേ? ബീഹാറിലെ ബസന്ത്പൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വസിഷ്ഠ നാരായൺ സിംഗ് ജനിച്ചത് 1942. അടുത്തടുത്ത വർഷങ്ങളിൽ BSc-യും MSc-യും ക്ലിയർ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ വരവറിയിച്ചു. ബെർക്ലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അദ്ദേഹം ഐൻസ്റ്റൈൻ്റെ സുപ്രസിദ്ധമായ തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc²-ൽ പിഴവുകൾ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ആ എറേഴ്സ് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഒരു പ്രൂവൻ തിയറി, ഒരു തെളിയിക്കപ്പെട്ട സിദ്ധാന്തത്തിൽ പിഴവുകൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് വാദിക്കുമ്പോൾ അതിന് ശക്തമായ തെളിവുകളുടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ശാസ്ത്രലോകം അതിന് അംഗീകാരം നൽകുകയുള്ളൂ. എന്നാൽ ഇദ്ദേഹം കണ്ടെത്തിയ എറേഴ്സ് എന്താണെന്ന് വ്യക്തമല്ലാത്തതിനാൽ ശാസ്ത്രലോകം അതിന് അംഗീകാരം നൽകിയില്ല. അതുകൊണ്ട് തന്നെ E=mc² ഇപ്പോഴും അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ശേഷം അദ്ദേഹം നാസയിൽ ജോലി ചെയ്തു. നാസയിലെ പല ഇമ്പോർട്ടൻ്റ് കാൽക്കുലേഷൻസിന് പിന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. നാസയുടെ ലൂണാർ മിഷൻ ചാന്ദ്ര ദൗത്യത്തിലെ കാൽക്കുലേഷൻസിലും അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം IIT കാൺപൂർ, ISI കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. അതിനിടെയാണ് സ്കിസോഫ്രീനിയ ഒരു വില്ലനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും ചിന്തകളെയും എല്ലാം അത് താറുമാറാക്കി. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ഫുൾ നഷ്ടപ്പെട്ടു. അത്രനാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം തട്ടിത്തടഞ്ഞു നിന്നു. അദ്ദേഹം അന്ധകാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. അഡ്മിറ്റായിരുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കൽ അപ്രത്യക്ഷനായി. ഏറെക്കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ തന്നെ ആരോരും അറിയാതെ, ആരാലും അറിയപ്പെടാതെ തെരുവിൽ അദ്ദേഹത്തെ കണ്ടെത്തി. അന്നത്തെ MP ആയിരുന്ന സിനിമാ നടൻ ശത്രുഘ്നൻ സിൻഹയുടെ സഹായത്തോടെ നിംഹാൻസ് ബാംഗ്ലൂരിലും ഡൽഹിയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അപ്പോഴേക്കും തൻ്റെ കഴിവുകൾ ഏറെക്കുറെ നഷ്ടമായിരുന്നു. ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗ് എന്ന രാമാനുജന് ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ മാത്തമാറ്റിക്കൽ ജീനിയസ് എന്ന് വിശേഷിക്കപ്പെട്ട ആ മനുഷ്യൻ മനസ്സിൻ്റെ താളം തെറ്റിയതോടെ ഒന്നുമല്ലാതായി തീർന്നു. 2019 നവംബർ 14 തൻ്റെ രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 2020 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കൽ എവിടെയോ എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം, ഒരു ചെറിയ അസുഖം എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ, അദ്ദേഹത്തിൻ്റെ ഭാവിയെ തകർത്തെറിഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറിയുന്നതല്ലേ? ഈ ഓട്ടത്തിനിടയിൽ അടുത്ത വളവിൽ നമ്മെ കാത്തിരിക്കുന്നതെന്തെന്ന് നമുക്കറിയില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. സഫലം ഈ യാത്രയിൽ NN കക്കാട് പറഞ്ഞതുപോലെ കാലചക്രം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും, കായ് വരും. അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം? അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം? താങ്ക് യു.